എടുക്കണത്, മക്കളുടെ കൂടെ ഉള്ളത്. അപ്പോൾ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നല്ല, ശബരിമലയ്ക്ക് ഒരാൾ മാലിട്ടിട്ടുണ്ട് ഇവിടെ, അനിയൻ. അപ്പം ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും രണ്ടാളെ എണീറ്റിട്ടുണ്ട്. അവരെ കാണിക്കാം. അപ്പോൾ ഇതാണ് കാശിയാണ് കേട്ടോ ആദ്യത്തെ കുട്ടി. ഇവനാണ് ഫസ്റ്റ് വന്നത്. വെയിറ്റും ഒക്കെ ഇവനായിരുന്നു കൂടുതലുണ്ടായത്. ഇതാണ് ദേവുട്ടി നമ്മുടെ 3rd ബേബി കേട്ടോ. അവൻ അന്നും വെയിറ്റ് കുറവ് തന്നെയായിരുന്നു. ഇപ്പോഴും അവനങ്ങോട്ട് മറ്റവരത്ര ആയിട്ടില്ല. ഇതാണ് മെയിൻ ആൾ, അമ്പാടി 2ാമത്തെ ആളാണ്. അമ്പാടിയാണ് കൂട്ടത്തിൽ കുറച്ച് വില്ലത്തരമുള്ള ആൾ. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഉറക്കമാണ്. രാവിലെയാണ് ആൾക്ക് ഉറക്കം. അപ്പോൾ രാവിലെ നിന്ന് കഴിക്കാൻ ദോശയായിട്ടാണ് ഉണ്ടാക്കിയത്. നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് മക്കളുടെ അടുത്ത് കുറച്ച് നേരം പോയിരുന്നു. ഒരു വണ്ടിയിലൊക്കെ കയറി കളിക്കുന്നുണ്ട്. ചെറിയ ആൾക്ക് കാലെത്തില്ല. അപ്പോൾ പിന്നെ ഒരാളെപ്പോഴും അവരുടെ കൂടെ വേണം. ഇതിപ്പോൾ ഏട്ടൻ പണിക്ക് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ കാശൂട്ടൻ പോകുന്നതിൻ്റെ പിന്നാലെ ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാളും പിന്നാലെ പോകും. അപ്പം അച്ഛൻ പോകണത് നോക്കി നിൽക്കുകയാണ് ആൾക്കാർ. അപ്പോൾ ഏട്ടൻ പോണത് നോക്കാനാട്ടെ ഈ പോണത്. എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. വണ്ടി അങ്ങോട്ട് മറിഞ്ഞു പോകുമ്പോൾ ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പം ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഉറക്കമുണ്ട്. അതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ കുളിയും കഴിഞ്ഞാൽ ഉറങ്ങുകയാണ് പതിവ്. അപ്പോൾ റാഗിയാണ് ഇപ്പോൾ രാവിലെ കൊടുക്കുന്നത്. വേറെയുള്ള ഫുഡൊന്നും അവരങ്ങനെ കഴിക്കണില്ല. ഒന്നാമത് ഇപ്പോൾ ചെറിയൊരു മൂക്കടപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ കഞ്ഞി കൊടുത്താലും അത് അവരങ്ങനെ ലാസ്റ്റ് വെച്ച് ഛർദ്ദിക്കും. അതാണ് പിന്നെ റാഗി തന്നെ രാവിലെ കൊടുക്കണത്. ഇതിനൊക്കെ ഉറങ്ങുമ്പോഴാണ് അയക്കുള്ളൂ, അല്ലാത്തപ്പോൾ തൊടാനയക്കില്ല. അതാണ് ഉറങ്ങുമ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ എടുക്കണത്. അപ്പോൾ മക്കൾ 3 ഉറങ്ങി. ഇനിയിപ്പോൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടുക്കി കൊടുക്കണ്ട, അത് ചെയ്യുക. അവർ എണീക്കുമ്പോഴേക്കും അത് ചെയ്യുക നല്ലത്. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അവരെടുത്തുകൊണ്ട് നടക്കണം. അപ്പോൾ ഒരാൾക്ക് ചെറിയൊരു ജലദോഷം ഉണ്ട്. അപ്പോൾ പിന്നെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ 3 ആൾക്കും വന്നിട്ടേ പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ട് ആൾക്കാർക്ക്. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിനും അയക്കില്ല. അപ്പോൾ എണീക്കുമ്പോഴേക്കും അത് ചെയ്യാം. ഇതിപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ വീട്ടിലേക്കൊന്ന് പോയി വന്നിരുന്നു. അപ്പോൾ കൊണ്ടുപോയി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇട്ടത് അതങ്ങനെ ബാഗിൽ ഇരിക്കുകയായിരുന്നു. അപ്പം എന്നാൽ അപ്പം അതിന് ഒരു ഒഴിവ് കിട്ടിയപ്പോൾ അങ്ങനെ നന്നായി. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും പൊതുവേ ചോദിക്കുന്ന കാര്യമുണ്ട്, എങ്ങനെയാണ് ഇങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം. പക്ഷേ ഒരാളെയും കൊണ്ട് തന്നെ കുടുങ്ങി ഞങ്ങൾ എന്നൊക്കെ പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് നമുക്ക് ചില സമയത്ത് ഒട്ടാക്കും, അങ്ങേയറ്റം ഭ്രാന്ത് പിടിപ്പിക്കും. എന്നാലും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് വയ്യാത്തപ്പോൾ ഉള്ളൊരു ചെറിയൊരു ഇതാണ് അവർക്ക്, വാശിയും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഈ 1 വയസ്സ് കഴിഞ്ഞോടത്ത് രാത്രി ഉറക്കം കുറവാണ്. എന്നാലും പിന്നെ എനിക്ക് അത്രയും ഇതാവേണ്ട രീതിക്ക് ഇതുവരെ എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എല്ലാവരും പറഞ്ഞ കാര്യം ഇതാണ്, ഒരാളെയും കൊണ്ട് തന്നെ കുടുങ്ങി നോക്കിയിട്ട് എത്തണില്ല അങ്ങനെയൊക്കെ. അപ്പം കാശൂട്ട് എണീറ്റു. കാശൂട്ടിൻ്റെ പിന്നാലെ 2 ആളും എണീറ്റിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ ആൾക്കാർക്ക് ഉച്ചയ്ക്കുള്ള ഫുഡാണ്. ഇപ്പോൾ ഏകദേശം ഒരു 1-1:30 മണിയായി.
അപ്പോൾ ആ ടൈമിലാണ് അവർ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുക കേട്ടോ. അപ്പോൾ ഇത് കുന്നങ്കായ ഉണക്കിയതാണ്. അപ്പോൾ ഇത് പൊടിച്ചിട്ട് നമ്മൾ റാഗിയും കൊണ്ട് കുറുക്കുണ്ടാക്കിയപ്പോൾ തന്നെ കുറുക്കുണ്ടാക്കി കൊടുക്കുക ചെയ്യാറ്. അപ്പോൾ പനങ്കൽക്കണ്ടവും നെയ്യും കൂടി ഇട്ടിട്ട് കുറുക്കാക്കിയിട്ട് കൊടുക്കും. റാഗിനെക്കാട്ടി എനിക്ക് കഴിക്കാൻ ഇഷ്ടം അതാട്ടോ. ഇതിൻ്റെ കുറുക്ക് കഴിക്കാനാണ് മറ്റേതിനെക്കാട്ടിലും ഇഷ്ടം. അപ്പോൾ മക്കൾ ഫുഡ് കഴിക്കൽ ഇനി കളിക്കാൻ തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് സമയം കളിക്കും. അമ്പാടി ആട്ടാ നടക്കണത്. അമ്പാടി ഓരോ സ്റ്റെപ്പ് വെച്ച് നടക്കാൻ തുടങ്ങി. പിന്നെ മൂന്നാമത്തെ ആൾ മുട്ടുകുത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അവനെല്ലാം കുറച്ച് ലേറ്റായിട്ടാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ഒന്നാമത്തെ ആൾ പിടിച്ച് നിൽക്കും, നടക്കാൻ അങ്ങോട്ട് ആയിട്ടില്ല, പിടിച്ചിങ്ങനെ നിൽക്കും. അപ്പം മക്കളുടെ കളീൻ്റെ ഇടയിൽ നമ്മളും പോയി ഫുഡൊക്കെ കഴിച്ച് പോകണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 7 മണി കേട്ടോ. അവരെ മേലെഴുകലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് സമയമൊക്കെ ആൾക്കാർ കളിച്ചോളും, പക്ഷേ ഒരാളെപ്പോഴും കൂടെ വേണം. ആൾ നിന്നില്ലെങ്കിൽ അവർക്ക് നമ്മുടെ പിന്നാലെ വരുന്ന സ്വഭാവമാണ്. പിന്നെ അടുത്തില്ലെങ്കിൽ പിന്നെ നല്ല വികൃതിയാണ് ആൾക്കാർ, അതാ പ്രശ്നം. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഏകദേശം ഒരു ദിവസം. അപ്പോൾ ഇനിയിപ്പോൾ മക്കൾക്ക് ഫുഡ് കൊടുക്കുക, അവരെ ഉറക്കുക എന്നുള്ളതാട്ടോ. പിന്നെ വീഡിയോ അത്ര കറക്റ്റായിട്ടില്ല എന്നറിയാം. പിന്നെ ഞങ്ങൾ നേരാക്കാൻ നോക്കാം. പിന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി.